ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഞായറാഴ്ച ചേട്ടായി വന്നപ്പോൾ കുറച്ച് വേളൂരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ നന്നാക്കിയൊക്കെ വെച്ചു. 2 പ്രാവശ്യം പീര വെച്ചു. പിന്നെ ഒരു പ്രാവശ്യം കുറച്ച് വറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചേറെ മീനുണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് സമയം വേണം. കുഞ്ഞു കുഞ്ഞു മീനല്ലേ, അതുകൊണ്ട്. ഈ ഒരു മീനിന് പല നാട്ടിലും പല പേരായിരിക്കും അല്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാലോ, ഓരോ പേരുകളൊക്കെ അറിയുമ്പോൾ ചില പേരുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും കേട്ടോ. വാലും തലയും ചിറകും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ കീറി അവിടുന്ന് അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നന്നായിട്ട് ഉപ്പുകല്ലൊക്കെ ഇട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ മീൻ പീര വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല കേട്ടോ, നേരം കിട്ടാത്തതുകൊണ്ട്. തേങ്ങായും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും ഉലുവാപ്പൊടിയും പുളിയും വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്തേ. ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. രാവിലെ ഞാൻ കുറച്ച് ബെൻസി റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അടുക്കളയിൽ വന്നിങ്ങനെ ഇരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഷീറ്റ് ഇടാൻ പണിക്ക് ആൾ വന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ വർക്ക് ഏരിയയുടെ അവിടെ കുറച്ച് കട്ട കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽവക്കത്തുള്ള ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അയൽവക്കത്തുള്ള പൂച്ച കേട്ടോ. അവരെ ഇവിടുന്ന് താമസം മാറിപ്പോയി, പക്ഷേ പൂച്ചയെ കൊണ്ടുപോയില്ല. ഇപ്പോൾ അത് പ്രസവിച്ച് കിടക്കുക. ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര ശല്യം കേട്ടോ. നമ്മുടെ വീട്ടിൽ അകത്തൊക്കെ കയറുകയും എല്ലാം തട്ടിമറിച്ചിട്ട് തിന്നുകയും വാഷിംഗ് മെഷീനൊക്കെ മാന്തി ശരിയാക്കും, വണ്ടിയെ കയറിയിട്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും പ്രസവിച്ചൊക്കെ കിടക്കുന്ന പൂച്ചയല്ലേ, കണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ട് ഞാൻ കുറച്ച് ചോറൊക്കെ കൊടുത്തതാ. ഹെലികോപ്റ്റർ പോകുന്നുണ്ടല്ലോ ഏട്ടെ. ഉരുൾപൊട്ടലുണ്ടായതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെലികോപ്റ്റർ പോകുന്ന കേൾക്കാം കേട്ടോ, കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് അക്കുവിൻ്റെ സ്കൂളുള്ളത്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്നത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഹോംവർക്കായിരുന്നത് പതാകയ്ക്ക് നിറമൊക്കെ കൊടുത്തിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ഈർക്കിലിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നേരം 1 മണിയായിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര മഴയും രാത്രി ആയ പോലത്തെ ഇരുട്ടും. ഞാൻ ഒരു കുക്കറിൽ നെയ്ച്ചോറും ഒരു കുക്കറിൽ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അടുക്കള വശത്ത് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ പൂവൻ കോഴിയെ മുമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ട് പുറകുവശത്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്.
കുഞ്ഞിപ്പെണ്ണ് ഇന്നിപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇന്നിപ്പോൾ ചിക്കൻ കറി കുറച്ച് ചാറായിട്ടാണ് വെച്ചേക്കുന്നത്. കപ്പയോ നെയ്ച്ചോറൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചാറാക്കി വെച്ചതാണ്. ചോറിനൊക്കെ ആണെങ്കിൽ ചാറൊന്നും ഇല്ലാതെ വരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അടുക്കളയിലെ വർക്ക് ഏരിയയുടെ പണികൾ ഇത്രയൊക്കെ കേട്ടോ ആയേക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി ഭാഗം ഗ്രില്ലിടുക ചെയ്യുന്നത്. ഇത്രേ കിട്ടുന്നുള്ളൂ. ഇവിടെ മൊത്തം നിരന്ന് കിടക്കുക കേട്ടോ, അതൊന്നും നോക്കണ്ട. ഓരോരോ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സൈഡിൽ കുറച്ച് ചാല് ഇട്ടിട്ടുണ്ട് കേട്ടോ, കോൺക്രീറ്റ് ചെയ്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഒരു ഷെഡിൻ്റെ ഈ ഒരു സൈഡ് ഗ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മൊത്തവും കൂടി ഇരുട്ടായി പോകുകയല്ലേ. ഒരു ദിവസവും കൂടെ ചെയ്താൽ തീരുന്ന പണികളേ ഉള്ളൂ. പക്ഷേ ഇന്നും പണിക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ, അവർക്ക് പനിയാന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഷീറ്റ് ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മൊത്തം പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ. രാവിലെ ഞാൻ വഴുതനങ്ങ കൊണ്ട് കറി വെക്കാൻ വേണ്ടി പോകുക. കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ള് ജീരകവും കൂടെ ചേർത്ത് അരച്ച് വെച്ചു. പിന്നെ വഴുതനങ്ങയും പച്ചമുളകും തക്കാളിയും ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കണം. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വരുന്നിടം വരെയും വഴറ്റിയെടുക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്കായും കുമ്പളങ്ങായും ഒക്കെ ഇട്ട് കറി വെക്കാം കേട്ടോ. പിന്നെ വഴുതനങ്ങ വഴന്നതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊന്നും ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കുറച്ച് മതി. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിക്കണ്ട, തിള വരാൻ നേരത്ത് ഓഫാക്കിയാൽ മതി കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ നന്നാക്കിയത് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, വേളൂരി. അപ്പോൾ അത് ഞാൻ പീര വെച്ചു. അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. രാവിലെ ചേട്ടായി ജോലിക്ക് പോയി, അക്കു സ്കൂളിലേക്കും പോയിട്ടുണ്ട്. ചേട്ടായുടെ കൂട്ടുകാരൻ്റെ വൈഫ് ചെയ്ത വർക്ക് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡും ക്ലിപ്പും ഒക്കെ. നല്ല ഭംഗിയില്ലേ. കുഞ്ഞിപ്പെണ്ണിന് ഇന്നിപ്പോൾ സ്കൂൾ ബസ്സൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിട്ട് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ സ്കൂളിൽ പോകാമെന്നൊക്കെ ഓർത്താണ് രാവിലെ ഇരുന്നതേ. പണിക്കാർ വരുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പോകാൻ പറ്റിയുമില്ല. എന്നിട്ട് പണിക്കാർ വന്നുമില്ല കേട്ടോ. കുറേ താമസിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പനിയായി, ഇനിയിപ്പോൾ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് ഒക്കെ എടുത്ത് കുഞ്ഞിപ്പെണ്ണിനൊന്ന് ഒരുക്കി എന്നിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. കുറേ നാളായി നമ്മൾ സാധനമൊക്കെ ഇറക്കി വെച്ചിട്ടേ, കുറേ നാൾ നോക്കിയിരുന്നിട്ട് ഇപ്പോഴാണ് വന്ന് പണിയെടുക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒരു ദിവസത്തെ പണി കൂടെ ഉള്ളൂ, ഒന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് അത് തീർക്കണം. തേച്ച് കഴിഞ്ഞ് ഉണങ്ങുന്നതിന് മുമ്പ് പൂച്ച കയറി ചാടിയതാട്ടോ, അതുകൊണ്ട് ആ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു പലക വെക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്താണ് കൂടുതലും പൂച്ച ചാടി വരുന്നത്, അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് പലക വെച്ചിട്ടുണ്ട്. ഹിസാനയും സബിയും ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 കൂട്ടുകാർക്കും വലിയൊരു ഹായ്. പിന്നെ കുറേ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാനുണ്ട് കേട്ടോ. അത് ഈ ദിവസങ്ങളിലൊക്കെ തിരക്കായതുകൊണ്ടാണ്, ഞാൻ അധികം താമസിക്കാതെ റിപ്ലൈ തരാം. വൈകുന്നേരം ആയപ്പോൾ വയലിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങി വന്നതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.